ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലാമ്മ നന്ദിനിയോട് പറയാണ്, വിക്രം ഇപ്പോൾ വേദനയും കൂട്ടിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കാമെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ. എന്താ ഉണ്ടായാലും വിനയനോ നിന്നെ പുറത്ത് കൊണ്ടുപോകുന്നില്ല, വിശ്വനാണെങ്കിൽ ഈ വീടിൻ്റെ പുറത്തിറങ്ങുന്നില്ല, ഇളയ മോൻ്റെ ഭാര്യയ്ക്കെങ്കിലും അങ്ങനെയുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള ആശ്വാസത്തിലാണ് ഞാൻ എന്ന് പറയട്ടോ. നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട് ഭയങ്കര കുശുമ്പ് കയറാണ്. കമലാമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ നന്ദിനി കുശുവും മനസ്സിലായിട്ട് നന്ദിനിനെ നോക്കിയൊന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നന്ദിനിക്ക് ദേഷ്യം വന്ന് വേഗം തന്നെ വിനയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിനയൻ്റെ കാലുമേൽ ഒരു നുള്ളുന്നുണ്ട് കേട്ടോ. വിനയൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ എന്തേ കാണിച്ചത്? ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ, ഞാനങ്ങനെ നുള്ളി തരുമല്ലോ, ഇതിപ്പോൾ വേദന എടുത്തിട്ട് പാടില്ലല്ലോ എന്ന് പറയട്ടെ. നിങ്ങളിങ്ങനെ കമ്മീഷൻ്റെയും ബിസിനസ്സിൻ്റെയും കാര്യം പറഞ്ഞിരുന്നോ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുക, നീ എന്താ പറയുന്നത്? അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചൊന്നും തരില്ലല്ലേ? നിനക്ക് എന്താ ഞാൻ വാങ്ങിച്ചു തരാത്തത്? നീ പറയും, എനിക്ക് എന്താ വേണ്ടതെന്ന് പറയും. എനിക്ക് ഒരു ബൈക്ക് വേണം. ബൈക്കോ? നീ അതിന് ബൈക്ക് കൊടുക്കില്ലല്ലേ? എനിക്കല്ല, നിങ്ങൾക്ക്. എന്നിട്ട് അതിലെന്നെ ഇരുത്തിയിട്ട് ചുറ്റിക്കറങ്ങണം എന്ന് പറയും. അതിനെന്തിനാ ബൈക്ക് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നത്? ആ വിക്രമിനോട് ഒരു ദിവസം ബൈക്ക് ഇവിടെ വയ്ക്കാൻ പറഞ്ഞാൽ പോരെ? എനിക്കത്ര പ്രാക്ടീസൊന്നുമില്ല, പക്ഷേ എങ്കിലും ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്നൊക്കെ പറയട്ടോ. ഓടി വന്നിട്ട് വീണ്ടും നന്ദിനി വിനയനെ ഒരു തള്ളു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ഇങ്ങനെയൊക്കെ പറയുള്ളൂ, എനിക്കറിയാം. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ഈ വീട്ടിൽ നിങ്ങളെക്കാളും വിശ്വനേക്കാളും നല്ലത് വിക്രമാണെന്ന് നിങ്ങൾക്കറിയാലോ. അതറിയാം എന്ന് പറയാം കേട്ടോ. അപ്പം അവൻ നന്നായി കഴിഞ്ഞാൽ നമ്മൾ പുറത്താവും എന്ന് പറയാം. നന്നാവേ? ചിലപ്പോൾ വേദ അവനെ നന്നാക്കി എടുക്കാൻ വഴിയുണ്ട് എന്ന് പറയും കേട്ടോ. അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം വിക്രമിനോടായിരുന്നു. അമ്മയ്ക്ക് എന്തായാലും ഇപ്പോഴും വിക്രമിനോട് തന്നെയാണ് ഇഷ്ടം. അത് അവൻ ഇളയ മോനായതുകൊണ്ടല്ലേ ഡി എന്ന് പറയും കേട്ടോ. ഇളയ മോനായതുകൊണ്ടോ എന്തോ നിങ്ങൾക്ക് എന്തായാലും ഈ വീട്ടിലുള്ള സ്ഥാനം പോവാ. അവൻ അവളെ കൂടി കറങ്ങാൻ പോയിരിക്കുക എന്ന് പറയട്ടെ. കറങ്ങാനോ? കറങ്ങാൻ പോയിരിക്കുക എന്ന് പറയട്ടെ. എന്തായാലും എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വിനയം പറഞ്ഞിട്ടുണ്ടേ, എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, ഈ ചൂടിൽ പുറത്തിറങ്ങണ്ട, ഈ ചൂടിൽ പുറത്തിറങ്ങിയാലേ എനിക്ക് ശരിയാവില്ല, നീ എന്തായാലും ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നൊക്കെ പറയൂട്ടോ നന്ദിനിയോട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വെള്ളയിരുത്ത് നിന്നാൽ ശരിയാവില്ല, ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്ന് പോകാണ്. നന്ദിനിയാണെങ്കിൽ ദേഷ്യത്തോടും കുശുമ്പോടും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കാനിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവമേ, അസൂയ കൊണ്ടും കുശുമ്പോണ്ടൊക്കെ എൻ്റെ തല പൊട്ടിത്തെറിച്ച് പോകുമല്ലോ ദൈവമേ, ഇങ്ങനെ തലയെ കൈ വെച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതേ സമയം വിക്രമും വേദയും കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ ബീച്ചിലേക്ക് എത്താണ് കേട്ടോ. ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്ലേസൊക്കെ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, നല്ല പ്ലേസാണല്ലോ ഇതെന്ന് പറയട്ടോ. കോളേജ് പിള്ളേരൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലമാണിത് എന്നൊക്കെ പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ച് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡിൽ ഒരു ബജിക്കട കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ വിക്രം നോക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, നീ ഇവിടെ ഇരിക്കി, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഞാൻ ബജി മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. എന്നിട്ട് പോകുന്ന വഴിക്ക് വിക്രം വേദന ഒന്ന് നോക്കൂട്ടോ. അപ്പോൾ വേദന ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. വിക്രം ആദ്യത്തേനൊന്ന് അലിഞ്ഞു തുടങ്ങി, ശരിയാക്കി എടുക്കാം എന്ന് പറയട്ടോ. പക്ഷേ വിക്രമാണെന്നുണ്ടെങ്കിൽ മനസ്സ് പറയും, നീ അവിടെ ഇരിക്കടി, നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് വേഗം തന്നെ ബജിക്കടയുടെ അടുത്തേക്ക് പോകുകയാണ്. അവിടെ ചെന്നിട്ട് ചേച്ചിനോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുട്ടോ. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ശല്യങ്ങളൊക്കെ ഉണ്ടോ ചേച്ചി? ഇല്ല മോനെ, ഇപ്പോൾ ഒരു കുഴപ്പമില്ല ചേച്ചി, എനിക്ക് ബജി വേണം എന്ന് പറയട്ടോ. അതിനെന്താ അതാ ബജി? അയ്യോ, ആ ബജി വേണ്ട, ഈ മുളക് കൊണ്ട് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നല്ല പച്ചമുളക് എടുത്ത് കൊടുക്കുകയാണ്. അയ്യോ, ഇത് ഉഴുന്നുവടയിൽ ഇടാൻ വെച്ചിരിക്കുന്ന മുളകാ മോനെ, ഇത് ഭയങ്കര എരിവ. അതൊന്നും സാരില്ല, ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയും. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് ബജി ഉണ്ടാക്കുന്ന മുളകിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു മുളകും കൂടെ വെക്കുകയാണ്. അങ്ങനെ ചേച്ചി ഒരു മുളക് ബജി ഉണ്ടാക്കുന്ന സമയത്ത് നോക്കുമ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കച്ചവടക്കാരൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അതിൽ ആ ബബിൾസ് ഊതണത് വാങ്ങിക്കുകയാണ്. എന്നിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ബബിൾസ് ഊതിയിട്ട് കളിക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വേദ അത് ചെയ്യുന്നതാണ്. ഇപ്പോൾ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. നീ എവിടെ ബബിൾസ് ഊതി കഴിക്കടി, നിനക്ക് ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആ ബജി കൊണ്ട് കൊടുക്കുകയാണ്. ഇനി നീ ഈ ബജി കഴിക്കി, ഞാനിനി ബബിൾസ് ഊതാം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ട് ബബിൾസ് ഊതുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ കഴിക്കുന്നത് വിക്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ ആദ്യത്തെ കടി കഴിച്ചു കുഴപ്പമില്ല. രണ്ടാമത്തെ കടി കഴിച്ചപ്പോഴേക്കും വേദയ്ക്ക് മനസ്സിലായി അതിൽ തനിക്കൊരു പണിയുണ്ടെന്നുള്ള കാര്യം. വേദയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരികയാണ് കേട്ടോ. വന്നിട്ട് വിക്രത്തിന് നോക്കുമ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ പൊട്ടി ചിരിക്കുകയാണേ. ഇത് കാണുമ്പോൾ വേദയ്ക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും, തനിക്ക് വെച്ചൊരു പണിയാണിതെന്ന്.
അപ്പോൾ വേദയ്ക്ക് അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. വേദ ഇങ്ങനെ എരിഞ്ഞ് പേട്ടകിനെ കാണുമ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ചിരിക്കുകയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ ഓടിട്ടോ വിക്രത്തിൻ്റെ പിന്നിൽ കൂടെ. വിക്രമാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഓടും. അങ്ങനെ രണ്ടുപേരും കൂടി ഓടി പോകുകയാണ് കേട്ടോ. വിക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദ പിടിക്കാതിരിക്കാൻ വേണ്ടി മുന്നേ കൂട്ടി ഓടുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് വേദ ഇങ്ങനെ തല കറങ്ങി വീഴുന്നത്. തല കറങ്ങി വീഴുന്ന സമയത്ത് വിക്രം ഇങ്ങനെ ബാക്കിലേക്ക് നോക്കുമ്പോൾ വേദന അങ്ങനെ ഓടുന്നു കാണില്ല. അങ്ങനെ മുട്ടുകുത്തിയിരിക്കുകയാണ്. വിക്രത്തിന് മനസ്സിലായി എന്തോ സംഭവിച്ചെന്നുള്ള. വേദ ഇങ്ങനെ താഴത്തിരിക്കുന്നുണ്ട്. തല കറങ്ങുന്നത് പോലെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. വീഴാൻ പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുന്നുണ്ട്. അത് കണ്ട് വിക്രത്തിന് ആകെ സങ്കടം വരും. ഓടി വരികയാണ് കേട്ടോ. ഓടി വന്നിട്ട് താഴത്തേക്ക് പോകുമ്പോഴേക്കും വിക്രം വേദന ഇങ്ങനെ കൈകളിൽ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ആരും കാണുന്നില്ല. എന്നിട്ട് വേഗം വേദന കവിളിലൊക്കെ ഇങ്ങനെ തട്ടി വിളിക്കുകയാണ് കേട്ടോ. വേദ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ദൈവമേ, ഒരു ഓട്ടോ പോലും കാണുന്നില്ലല്ലോ എന്ന് പറയട്ടോ. ഈ സമയത്ത് ഒറ്റ കണ്ണ് തുറന്നിട്ട് വേദ ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ ബൈക്കിൽ വന്നാൽ പോരെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം നോക്കുമ്പോൾ ഞെട്ടി നോക്കുമ്പോൾ വേദന ഒരു അടവായിരുന്നത്. ഒരു കണ്ണടച്ചിട്ട് ഒരു കണ്ണ് തുറന്നിട്ടാണ് വേദ അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരും കേട്ടോ. വിക്രാണോട് ചാടി എഴുന്നിട്ട് ഇടി എന്ന് പറഞ്ഞാൽ കേട്ടോ, നിങ്ങൾ എനിക്ക് തന്ന പണിയുടെ പകരമൊന്നും ഇതൊന്നും ആയിട്ടില്ല, എങ്കിലും ഇതിരിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. തൽക്കാലം നമുക്ക് വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകാം. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാം, ഞാൻ ആരാ നിൻ്റെ ഡ്രൈവറോ? തൽക്കാലത്തേക്ക് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് നിങ്ങൾ എൻ്റെ ഡ്രൈവർ തന്നെയാണ്, വാ നമുക്ക് വേറെ സ്ഥലത്തേക്ക് കറങ്ങാൻ പോകാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോവുകയാണ്. ഇതേ സമയം ശ്രീകാന്ത് ശ്രീനിവാസ സാറിനെ കാണാൻ വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ പേര് എന്ന് പറയുമ്പോൾ അറിയാം ജില്ലാ ജഡ്ജിയുടെ മകനല്ലേ എന്ന് പറയട്ടോ. അതെ എന്ന് പറയും. അതെ, നിങ്ങൾ ഈ ജില്ലാ ജഡ്ജിമാരും അല്ലെങ്കിലും മറ്റുള്ളവരൊക്കെ ഈ രാഷ്ട്രീയക്കാരെ തേടി വരേണ്ട കാര്യം എന്താണ് എന്നൊക്കെ പറയട്ടോ. അതെ, എൻ്റെ ചെക്കൻ്റെ ആൾക്കാരല്ലേ നിങ്ങൾ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പറയ് എന്ന് പറയട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, അവൻ ചെയ്തത് തെണ്ടിത്തരാണെന്ന് സാറിനും അറിയാം. പക്ഷേ പാർട്ടിക്ക് ഒരു കുഴപ്പം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളൊരു പ്രേമവിവാഹമാക്കി മാറ്റി. അന്നേരം ശ്രീനിവാസ സാർ പറയുന്നുണ്ട്, ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ പല തീരുമാനങ്ങളുണ്ടാവും എന്നൊക്കെ പറയട്ടോ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെയുള്ള ആൾക്കാരൊക്കെ നോക്കണം. അപ്പോൾ ശ്രീനിവാസ സാർ പറയും, നിങ്ങൾ പൊക്കോ എന്ന് പറയും. അതെ, ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വ്യക്തമായിട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു രഹസ്യം പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിങ്ങനെ കാണിക്കുന്നില്ല. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ വേദനയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാണുമ്പോൾ വേഗം തന്നെ വണ്ടി നിർത്തുകയാണ്. എന്ത് പറ്റിയെന്ന് വേദ ചോദിക്കുമ്പോൾ, അതേ ടയർ പഞ്ചറായി. ദൈവമേ, ഞാൻ വീഴാൻ പോയി എന്നൊക്കെ പറയട്ടെ വേദ. ഇനിയിപ്പോൾ 10 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് നടക്കാം. 10 കിലോമീറ്റർ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വണ്ടിയൊന്നും കിട്ടൂല എന്ന് പറയും. അപ്പോൾ വർക്ക്ഷോപ്പ് കൂടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വർക്ക്ഷോപ്പൊന്നുമില്ല, ഈ ഭാഗത്തൊന്നുമില്ല, വാ ഇനി നടക്കാം. 10 കിലോമീറ്റർ നടക്കണോ? നീ വേണമെങ്കിൽ വീട്ടിലേക്ക് വരണമെങ്കിൽ നടക്കണം, ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ പോവുകയാണ്. അപ്പോൾ അയ്യോ ഞാനും വരുന്നു എന്നൊക്കെ പറയട്ടെ. ഒരു ഓട്ടയ്ക്കൊക്കെ വേദ കൈ കാണിക്കുന്നുണ്ട്. പക്ഷേ അവർ നിർത്താണ്ട് പോവുകയാണ്. അപ്പോൾ വിക്രം പറയുന്നത്, ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാൻ, അവരൊന്നും ഓട്ടം വരില്ല എന്ന് പറഞ്ഞിട്ട് തളർന്ന ആവശ്യമായിട്ട് ഇനി ഞാൻ നടന്നാൽ തളർന്നു പോകും, ഞാൻ വീണ് പോകും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വിക്രം പോയിട്ട് ഒരു കടയിൽ ചെന്നിട്ട് ഒരു കുപ്പി വെള്ളം മേടിക്കുകയാണ്. എന്നിട്ട് അത് വേദയ്ക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും വെള്ളം ഒക്കെ കുടിച്ച് നിൽക്കുന്ന സമയത്താണ് രാധ അവിടേക്ക് വരുന്നത് കേട്ടോ. രാധ ഓട്ടോ കാണുമ്പോൾ വിക്രമിന് ആശ്വാസമാവും കേട്ടോ. അപ്പോൾ രാധ ഇങ്ങനെ ചാടി ഇറങ്ങിയിട്ട്, നിങ്ങൾ രണ്ടുപേരും കറങ്ങാൻ പോയതാണോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ അതേ കറങ്ങാൻ പോയത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് വരും കേട്ടോ. അപ്പോൾ വിക്രം പറയും, ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് ചോദിക്കട്ടെ വേദനോട്. അപ്പോൾ വേദ ഒന്നും മിണ്ടാതെ നിൽക്കും. രാധയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ കണ്ടപ്പോൾ ദേഷ്യം വന്ന് എന്നിട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങൾ എങ്ങോട്ട് പോയതാ, എവിടേക്ക് കറക്കാൻ പോയതാണോ നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെ, ഇവിടെ ടയർ പഞ്ചറായി, അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ നടന്നു പോകാൻ പറ്റില്ല, നീ ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരു ഉപകാരം ചെയ്യുമെന്ന് പറയട്ടോ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് വേദ പറയും, അതെ ഞാൻ പറയാം, ഞങ്ങൾ പോയ സ്ഥലം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി 2-3 സ്ഥലങ്ങളുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കറങ്ങാൻ പോയതാണെന്ന് പറയട്ടോ. അപ്പോൾ വിക്രം പറയും, എൻ്റെ ദൈവമേ, ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് പറയാട്ടെ, എൻ്റെ രാധേ എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ പറഞ്ഞു. അതെ, കൂടുതൽ സോപ്പിടൊന്നും വേണ്ട രാധ, അത്രയും മതി എന്ന് പറയട്ടോ. അപ്പോൾ ശരി രാധേ, ഞങ്ങൾ പെട്ടെന്ന് ടയർ പഞ്ചറായതാണ്, ഞങ്ങൾക്ക് ഒന്ന് വീട് വരെ എത്തണം എന്നൊക്കെ പറയട്ടോ, നീ ഒന്ന് സഹായിക്കണം എന്ന് പറയും. അപ്പോൾ വീണ്ടും വേദ ഇങ്ങനെ പറയണം കേട്ടോ, വീണ്ടും ഞങ്ങൾ കറങ്ങാൻ പോയതാ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വീണ്ടും വിക്രത്തിന് ദേഷ്യം വരും, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ എന്ന് പറയട്ടോ. തൽക്കാലം നീ ഞങ്ങളൊന്ന് വീട്ടിലേക്ക് കൊണ്ടാക്കണം. അതിനെന്താ വിക്രമേട്ടൻ കയറിക്കോ, അത് പിന്നെ എന്നെ മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് വേദന ഇങ്ങനെ നോക്കട്ടെ. വേദനയും കൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ രാധ പറയും, അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ വിക്രമേട്ട എന്ന് പറയും കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.